നല്ല ഒരു ദിവസം വീണ്ടും നല്ലൊരു ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലേ. ഒത്തിരി പ്രതിസന്ധികളും ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അതിൻ്റെ എല്ലാം നടുവിലാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഉണ്ടാവും. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ ആർക്കും ഇല്ലാത്ത ഒന്ന് നമുക്കുണ്ട്. എന്താണ്? ഈ ഭൂമിയിൽ ദൈവത്തെ അറിയാത്ത മക്കൾക്കില്ലാത്ത ഒന്ന് നമുക്കുണ്ട്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. സ്തോത്രം. അത് നല്ലൊരു കാര്യമാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യാശ, അല്ലേ? പ്രത്യാശ നമ്മുടെ സ്വന്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നാൾ നമ്മൾ യേശുവിനോടൊത്ത് നമ്മൾ കാണാത്ത ഒരിടത്ത്, ഇല്ലയോ? കണ്ടിട്ടുണ്ടോ നിത്യത? ഇല്ല. യുഗായുഗം യേശുവിനോട് കൂടെ വാഴാൻ വിളിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ആ പ്രത്യാശയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ എക്കോ ഒന്ന് കുറച്ച് വെച്ചേ മോനെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് ചിന്തിച്ചത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ബലഹീനതയിൽ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ഹല്ലേലൂയ. യൂട്യൂബിലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി, ബലഹീനതകളിൽ തുണയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിച്ചു. ഹല്ലേലൂയ. കാണാത്തവർക്ക് ആ സന്ദേശം യൂട്യൂബിലുണ്ട്, കാണുക. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി ഏത് സമയത്തും മധ്യസ്ഥനായിരിക്കുന്ന ഒരാളെ പറ്റിയാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ബലഹീനതകളും അറിയുന്ന, നമുക്ക് വേണ്ടി ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റിയാണ്. ആരാണ് അയാൾ? യേശു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ബലഹീനതകളെ നമ്മൾ അറിയുന്നതിനേക്കാൾ നന്നായി ആരറിയുന്നു? യേശു അറിയുന്നു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എനിക്ക് ഇന്ന ബലഹീനതകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലേ? മോശ പറയുക, ദൈവം മോശയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ തടിച്ച നാവുള്ളവനാ, സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് മോശയുടെ ഒരു ബലഹീനത പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കുറേ ബലഹീനതകളില്ലേ നമ്മുടെ ശരീരത്തിൽ, അത് ദൈവത്തിന് അറിയാമോ? അറിയാം. ഹല്ലേലൂയ. അത് അറിഞ്ഞിട്ടാ ദൈവം നമ്മളെ വിളിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കണമെങ്കിൽ ബലഹീനരായ നമ്മൾ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ബലമുള്ള ധാരാളം പേര് ഈ ഭൂമിയിലുണ്ട്, ശരിയല്ലേ? ഉണ്ട്. പക്ഷേ അവരെ ലജ്ജിപ്പിക്കണമെങ്കിൽ ദൈവം എന്താ ചെയ്യുന്ന? ബലമില്ലാത്ത ഒന്നിനെ പിടിച്ചോണ്ട് വരും. ഹല്ലേലൂയ. ഒരു ബലവും ഇല്ലാത്ത, ഒരു ഗുണവും മനുഷ്യരില്ലെന്ന് പറയുന്ന, നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനുഷ്യർ പറഞ്ഞ് തള്ളുന്ന ചിലതിനെല്ലാം ദൈവം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും, നീ മതി. ഹല്ലേലൂയ. നിങ്ങൾ മതി. ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചൊരു യോഗ്യതയോ ക്വാളിഫിക്കേഷനോ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാനുള്ള യോഗ്യതയോ ഇല്ലാത്ത എന്നെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയാത്തത് എന്നെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മതി. എന്തുകൊണ്ടാണ്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം നമ്മോട് കൂടെ ഇരിക്കും സഹോദരങ്ങളെ. ഹല്ലേലൂയ. ബലഹീനമാണ്, ശരിയാണ്. പല ബലഹീനതകളുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് നേരെ അറിയത്തില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്. ഒന്നിനും നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നമ്മുടെ ശരീരം പലതിനും വഴങ്ങി വരുത്തുമില്ല. എന്നാൽ എല്ലാ ബലഹീനതകളെയും അറിയാൻ കഴിയുന്ന ദൈവം പറയുക, നിന്റെ ബലഹീനതയിൽ എൻ്റെ ബലം തെളിയും. ഹല്ലേലൂയ. ബലഹീനത ഉള്ളത് കൊണ്ട് നന്ദി. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ബലം വരും. ഹല്ലേലൂയ. എനിക്ക് ഫുൾ ശക്തി ഉണ്ടെങ്കിൽ ബലം ആവശ്യമുണ്ടോ? വേണ്ട, അല്ലേ? വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവം ഈ നാളുകളിൽ നിങ്ങൾ വലിയ ഒരു ബലത്താലെ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ തളർന്നു വീഴാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, മുകളിലേക്ക് ഉയരാനാണ്. ഹല്ലേലൂയ. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ഒപ്പം നമുക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് അതിനു വേണ്ടി ഒരു വാക്യം വായിച്ചാലോ? റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ,
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. എന്തിനായിരിക്കും? ഭൂമിയിൽ ഒരാൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നമ്മളൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. ആരാണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ. അപ്പൊ സ്വർഗത്തിൽ നമുക്കൊരാളുണ്ട്. അതാരാണ്? യേശു. യേശു എന്ത് ചെയ്യുക? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നിട്ട് നമുക്ക് വേണ്ടി ഏതു സമയവും പ്രാർത്ഥിക്കുക. എന്തിനായിരിക്കും? കർത്താവേ, അവനെ വിളിച്ച വിളി അവന് ചെയ്യാനുള്ള ബലം പകരണം. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്. സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ബലമില്ലേ? ഒന്ന് ധൈര്യപ്പെടുത്താൻ ആരിരിക്കുന്നു? ആര് തരും ധൈര്യം? ആരും തരാനില്ല അല്ലേ? ലോകത്തിലുള്ളവരെല്ലാം നോക്കി ചിരിക്കും അല്ലേ, പരിഹസിക്കും, കുറ്റം പറയും, അവർ നിന്ദിക്കും, ശരിയല്ലേ? എന്നാൽ ഒരു ബലം തരാൻ, ഒരാശ്വസിപ്പിക്കുന്ന വാക്ക് പറയാൻ, നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറയാൻ ആരുമില്ല, അല്ലയോ? പക്ഷെ ഒരാളുണ്ട്. ആരാണ്? സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശു. ഹല്ലേലൂയ. എത്ര സ്നേഹം ഉണ്ടെങ്കിലായിരിക്കും അല്ലേ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരാൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ എത്രയ്ക്കങ്ങ് സ്നേഹമാണെന്നല്ലേ. നമ്മളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കർത്താവിന് മനസ്സില്ല. എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വഴി വിട്ട് മാറി 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 പോകുന്നത്, അല്ലയോ? ഒരിടയൻ ആട്ടുകൂട്ടത്തെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ, ചെറിയ കുസൃതിയാള ആട്ടുകുട്ടികളുണ്ട്. അതെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് ചാടിയൊക്കെ പോകും. പക്ഷെ ഇടയൻ അറിയാം അല്ലേ, അവിടെയൊക്കെ പതിയിരിക്കുന്ന വന്യമൃഗങ്ങളുണ്ട്. കൂട്ടം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അവൻ ഈ വന്യമൃഗത്തിന്റെ ഉള്ളിൽ അകപ്പെടും. അപ്പൊ ഇടയൻ എന്ത് ചെയ്യും? അവയെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകും വഴി തെറ്റാതെ. യേശുവിനറിയാം നമ്മെ പിടിക്കാനായി പതിയിരിക്കുന്ന ഈ ലോകത്തിലെ ദുഷ്ട മനുഷ്യരും മായാവികളും അവരിലൂടെ പ്രവർത്തിക്കുന്ന അന്ധകാര മണ്ഡലവും നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ എന്ത് പറയാം, അവരുടെ കണ്ണിൽ പോലും നമ്മളെ കാണരുത്. അതുപോലെ നമ്മളെ കാത്തു പാലിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ശക്തിയും ബലവും കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും നടക്കുന്നത്. എന്നാൽ നമുക്ക് മുന്നിൽ എത്രയോ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, നമുക്കറിയില്ല. ഈ ആട്ടുകൊറ്റന് അറിയത്തില്ല. അത് കളിച്ച പുൽമേടുകൾ കണ്ട് അക്കരപ്പച്ച കണ്ട് ഓടിപ്പോകുമെന്ന് പറയും പോലെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ കണ്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹങ്ങൾ കണ്ട് വേറെ സാഹചര്യങ്ങളിലോട്ട് നമ്മൾ പലപ്പോഴും മാറിപ്പോയപ്പോഴും, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതിരുന്നപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരാളുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവേ, ഞാൻ തെറ്റിപ്പോയപ്പോഴും എനിക്ക് ദൈവസന്നിധി തിരിച്ചു വരാൻ പറ്റിയത് അങ്ങയുടെ പ്രാർത്ഥന കൊണ്ടല്ലയോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ. ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ജനനത്തിനു മുമ്പേ ദൈവം എന്നെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തതാണ്, നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ അല്ലയോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മളെ കണ്ടു. ഹല്ലേലൂയ. ഈ ഭൂമിയൊന്നും അന്ന് സൃഷ്ടിച്ചിട്ടില്ല. എണ്ണമില്ലാത്ത കോടാനുകോടിക്കണക്കിന് നക്ഷത്ര മണ്ഡലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഗ്രഹങ്ങൾ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ഭൂമിയിൽ പുൽനാമ്പുകളില്ല, ആദമില്ല, ഹവ്വയില്ല, ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം നമ്മളെ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ രൂപത്തെ കണ്ടിട്ട് പറഞ്ഞു, ഇവനും ഇവളും എനിക്കുള്ളതാ. ഹല്ലേലൂയ. ഞാൻ ഇവനെ തിരഞ്ഞെടുക്കുന്നു, എൻ്റെതാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവം എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തല്ല? വിശുദ്ധരുമല്ല, നിഷ്കളങ്കരുമല്ല ആകേണ്ടതിന്. ഹല്ലേലൂയ. വിശുദ്ധനായും നിഷ്കളങ്കനായുമാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. എന്നാൽ എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നത്, അപ്പോൾ മുതൽ അവൻ്റെ നിഷ്കളങ്കത്വം പോയി. ഹല്ലേലൂയ. വിശുദ്ധി പോയി. ഹല്ലേലൂയ. എന്നാൽ ഇതിന് യോഗ്യരായി നമ്മളെ തീർക്കണം
എന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അതിനാർക്കു മാത്രമേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും നമ്മൾ നടക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? അവൻ എൻ്റെ വിശുദ്ധിയിലേക്ക് വരണം, അവൻ എൻ്റെ നിഷ്കളങ്കതയിലേക്ക് വരണം, അവൻ എൻ്റെ സ്വഭാവത്തിലേക്ക് വരണം. എൻ്റെ രൂപത്തിൽ ഞാൻ സൃഷ്ടിച്ച എൻ്റെ മകനെ പിശാച് മാറ്റിക്കൊണ്ടു പോയെങ്കിൽ അവനെ തിരിച്ചെൻ്റെ രൂപത്തിൽ എനിക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. അതാണ് ദൈവം ഓരോ നിമിഷവും നമ്മളെ നോക്കി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് ആഗ്രഹം അറിയത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൽ നിന്ന് പലപ്പോഴും ദൂരെ ദൂരെ മാറിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. ദൈവം എത്ര ക്ഷമയോടെയാണെന്ന് അറിയാമോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഓരോ നിമിഷവും നമുക്കത്ര ക്ഷമയൊന്നും കാണത്തില്ല. ഹല്ലേലൂയ. ദൈവം ക്ഷമയോടെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയും ദിവസം നമ്മൾ തെറ്റിപ്പോയപ്പോഴും, പാപത്തിൽ അകപ്പെട്ടപ്പോഴും, ജീവിതത്തിൽ നിന്ന് മാറിപ്പോയപ്പോഴും എല്ലാം യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പിതാവേ, ഇവനെ തിരിച്ചു കൊണ്ടുവരണമേ, ഞാൻ എൻ്റെ രക്തം അവന് കൂടി കൊടുത്തിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്തും അവനും ഇരിക്കണം. ഹല്ലേലൂയ. എവിടെ ഇരിക്കണം? യേശു ഇരിക്കുന്നിടത്ത് നമ്മളും ഇരിക്കണം എന്നുള്ളത് യേശുവിൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? യേശു ഇരിക്കുന്നിടത്ത് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാനും കൂടെ എനിക്കുണ്ട് ആഗ്രഹം. ഹല്ലേലൂയ. യേശുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴേ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. 17 അധ്യായം ഒന്ന് എടുത്തേ സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവൃത്തികൾക്ക് മുൻപേ ആണ് കേട്ടോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. 17 അധ്യായത്തിൻ്റെ അതിൻ്റെ 24 വാക്യം ഒന്ന് വായിക്കാമോ? 24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ആമേൻ. സ്തോത്രം. ബൈബിളിൽ നിന്ന് കണ്ടോ ആ വാക്യം നിങ്ങൾ? യേശുവിൻ്റെ ആഗ്രഹം എന്താണ്? നമുക്ക് വേറൊരു കസേര, യേശുവിനെ വലിയൊരു സിംഹാസനം, അങ്ങനെയാണോ ആഗ്രഹിച്ചത്? എന്തൊരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ അത്. ഹല്ലേലൂയ. തൻ്റെ മഹത്വം നമ്മൾ കാണേണ്ടതിന്. ഹല്ലേലൂയ. പിതാവേ, നീ എനിക്ക് നൽകിയവർ ആരാ? നമ്മളല്ലേ. എന്ത് ചെയ്യണമെന്നാ പറയുക? അവരെന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. എന്തോ ചെയ്യണമെന്നാ? അവരെന്നോട് കൂടെ ഇരിക്കണം. അവരെ നീ വേറെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് ഇത് കാണിക്കണമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. വേറൊരു സ്ഥലത്തിരുത്തിയിട്ട് സ്വർഗത്തിലെ മഹത്വം മുഴുവനും അവർക്ക് കാണിക്കണമെന്നല്ല പറഞ്ഞത്. അവരെ എന്നോട് കൂടെ ഇരുത്തണം. ഹല്ലേലൂയ. അത് ഞാൻ ആഗ്രഹിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം. പിതാവിൻ്റെ പ്രാർത്ഥനയാണ് ഭൂമിയിലായിരുന്നപ്പോൾ. അപ്പോൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഇത് തന്നെയല്ലേ പ്രാർത്ഥിക്കത്തുള്ളൂ? അമൃത എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശുവിനോട് കൂടെ ഇരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിനുവേണ്ടിയാ താൻ ഈ കഷ്ടതകൾ മുഴുവനും സഹിച്ചത്. നമ്മളെ തൻ്റെ കൂടെ ഇരുത്താൻ, ഇന്നും താൻ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ കൂടെ താൻ നടക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ. ഹല്ലേലൂയ. അവിടെ സ്വർഗത്തിൽ നമ്മൾ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ യേശുവിനോട് കൂടെ ഇരുത്താൻ യേശു ആഗ്രഹിക്കുന്നു. സ്തോത്രം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ജീവിതത്തിൽ? ഹല്ലേലൂയ. ഇവിടെ ഉള്ള ഒന്നിനെയും നോക്കിയല്ല ഞാൻ ഓടുന്നത്, അവിടെ എനിക്കായി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. അതിനെ നോക്കിയാണ് ഞാൻ ഓടുന്നത്. പിതാവേ, ഞാൻ ആഗ്രഹിക്കുന്നു നീ എനിക്ക് തന്നിട്ടുള്ളവർ, നീ എന്നെ സ്നേഹിച്ച മഹത്വം അവരും കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, നന്ദി എന്ന് പറഞ്ഞാട്ടെ. അപ്പാ നന്ദി, അപ്പാ സ്തോത്രം. എനിക്കൊരു യോഗ്യതയും ഉണ്ടായിട്ടല്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ യോഗ്യത തന്ന് എന്നെയും അവിടെ ഇരുത്താൻ അങ്ങ് അപേക്ഷിച്ച പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് എന്നെ മാറ്റി, എന്നെ രൂപാന്തരപ്പെടുത്തി യേശുവിനെ പോലെയാക്കി ഒരു നാൾ യേശുവിൻ്റെ അടുക്കൽ ഇരുത്തും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതിൻ്റെ വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വിളിയാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിനെ പോലെ നമ്മളായിത്തീരണം. അതിനുവേണ്ടി നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവും ഒപ്പം പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തന്നെ വീണ്ടും കടന്നു വരാം. നമ്മൾ നിന്ന ഭാഗത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം.
അതിൻ്റെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. അപ്പം നമ്മളെ മുന്നമേ ദൈവം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടി ആ തിരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:29 അവൻ മുന്നറിഞ്ഞവരെ അനേകം സഹോദരന്മാരിൽ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ എന്തിനാ ദൈവം വിളിച്ചേ? അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ. ആ വാക്യം കുറച്ചുകൂടി നമുക്ക് മുന്നേ വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ, നമ്മളെ ദൈവം മുന്നേ അറിഞ്ഞവരാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മളെ കണ്ടതാണ്, അറിഞ്ഞത്. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. എന്തുവാ ഈ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ? ഏകജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ ഉള്ളൂ അല്ലേ. എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂങ്കിൽ ഏകജാതൻ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായി അടുത്തൊരു കുഞ്ഞൂടെ ആവുമ്പോൾ ആദ്യത്തെ ആൾ എന്തായി? ആദ്യജാതനായി. ശരിയല്ലേ? ആദ്യം ജനിച്ചവൻ ഇതിപ്പോൾ രണ്ടാമത് ജനിച്ചു. അപ്പം യേശു ആ ഏകജാതനായിരുന്ന യേശു ഇപ്പം ആദ്യജാതനായി. എങ്ങനെ ആയത്? നമ്മൾ കൂടെ വന്നു. ഹല്ലേലൂയ. ഒരേ അപ്പൻ്റെ മക്കൾ. ഹല്ലേലൂയ. അനേകം സഹോദരന്മാരിൽ യേശു ആദ്യജാതനായി. നമ്മളെല്ലാം അടുത്തടുത്തടുത്ത മക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര മനോഹരമല്ലേ ഈ വചനം! നമ്മളത് മനസ്സിലാക്കിയാൽ എത്രയോ സുന്ദരമാണ് ഇതിനകത്തുള്ള രഹസ്യങ്ങളുടെ കലവറകൾ. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനായി തീരണം? യേശുവിനെ പോലെ ഓരോ ദിവസവും ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു പിക്ചർ നമ്മളെ കാണിച്ചിട്ട്, ഒരു ലാൻഡ് അല്ലെങ്കിൽ നമ്മളെ കാണിച്ചിട്ട് അതുപോലെ ഇങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വരയ്ക്കുന്നവർക്കൊക്കെ അറിയാം അല്ലേ? അത് നോക്കി ഇങ്ങനെ വരയ്ക്കും അല്ലേ? അത് നോക്കി വരയ്ക്കില്ലേ? നമ്മൾ നോക്കി വരച്ച് അവസാനം അതുപോലെ ആക്കി നമ്മൾ തീർക്കും. അപ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു പദ്ധതിയുണ്ട്. എന്താണ്? അതുപോലെ മാറ്റിയെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും ഞാൻ എന്ത് ചിന്തിക്കണം? ദൈവം എൻ്റെ ജീവിതത്തെ പണിഞ്ഞ് യേശുവിനെ പോലെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ആത്മാവ് സംബന്ധിച്ചും നമ്മുടെ അകത്തെ മനുഷ്യനായ നമ്മുടെ വ്യക്തി സംബന്ധിച്ചും ശരീരം സംബന്ധിച്ചും യേശുവിനെ പോലെ ആകണം. ഈ 3 രീതിയിൽ നമുക്ക് മാറ്റം വരേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അകത്തെ ആത്മാവ് മാറി അല്ലേ? യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവിന് ജീവൻ വെച്ചു. ആത്മാവിൻ്റെ മാറ്റം കഴിഞ്ഞ് ഇനി മാറേണ്ടത് ആരാണ്? നമ്മളെന്നുള്ള വ്യക്തി മാറണം. ഹല്ലേലൂയ. ദൈവീക സ്വഭാവത്താൽ നമ്മൾ ഓരോ നിമിഷവും നിറഞ്ഞ് 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 യേശുവിനെ പോലെ ആകും. അതാണ് നമ്മൾ ഈ തേജസ് പ്രാപിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിവസവും യേശുവിനെ പോലെ ആയി നമ്മൾ മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവം ക്രമീകരിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പല മേഖലകളിലും കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സഹനം പഠിക്കും അല്ലേ? പഠിക്കും. ആദ്യമൊന്നും സഹിക്കാനുള്ള കഴിവ് ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ കേട്ടോ. സഹിക്കാനുള്ള കഴിവൊന്നും ഇല്ല. എന്തേലും ഇങ്ങോട്ട് പ്രശ്നം വരുമ്പോൾ പെട്ടെന്നങ്ങ് പൂ വാടുന്ന പോലെ വാടിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന പ്രതികൂലങ്ങളുടെ ഇടയിൽ ദൈവം എന്നെ പണിതെടുത്തു. സകലതും സഹിക്കാനും സകലതും പൊറുക്കാനും ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മെച്യൂരിറ്റി ലെവൽ എന്നിലുണ്ടായി. ശരിയാണല്ലോ? നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾ നോക്കിയാലും നമ്മൾ ക്രിസ്തീയ ലെവൽ ജീവിതത്തിൽ ആദ്യം വന്നതുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ പല ജീവിത സാഹചര്യത്തിലൂടെയൊക്കെ ദൈവം കൊണ്ടുപോയപ്പോഴും പല കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ചു. ഒരാൾ പറഞ്ഞു തന്നെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കില്ല. എന്നാൽ നമ്മളത് ജീവിതത്തിൽ നമ്മളുടെ അനുഭവമായി മാറുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ഇടയായിത്തീരും. അത് ആത്മമണ്ഡലത്തിലായാലും ശരി, ഭൗതിക മണ്ഡലത്തിലായാലും ശരി, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലായാലും ശരി, സാമ്പത്തികമായിട്ടുള്ള മണ്ഡലങ്ങളിലായിരുന്നാലും ശരി, എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു
പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെല്ലാം ജയിക്കാനുള്ള ഒരു ബലം നമ്മൾ ആർജിക്കുന്നവരായി തീരും. അങ്ങനെ ദൈവം നമ്മളെ മാറ്റിയെടുക്കും. പിന്നെ എന്തോ വലിയ പ്രശ്നം വന്നാലും നമുക്കത് പ്രതികൂലമായി ബാധിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരാക്കി കൂടി ദൈവം നമ്മളെ മാറ്റും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലെ വലിയ പണി എന്ന് പറയുന്നത്. ഓരോ ദിവസവും യേശു പ്രാർത്ഥിക്കുക, കർത്താവേ ഇവനെ പോലെ, പിതാവേ എന്നെ പോലെ ഇവരെ മാറ്റണം, ഞാൻ ഇരിക്കുന്നിടത്ത് ഇവരും ഇരിക്കണം, എൻ്റെ സ്വരൂപത്തോട് അവർ അനുരൂപപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ദൈവത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്തുകൊണ്ടാ? നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ താൻ. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ എങ്ങനെയും പോട്ടെ എന്നല്ലേ പറയും. ഒരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ വഴക്ക് പറയും, അയാളെ ഞാൻ ശരിയാക്കി എടുക്കാൻ നോക്കും. ശരിയല്ലേ? സ്നേഹിക്കുന്നില്ലെങ്കിലോ അവൻ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യുന്നത്? അവനെ വഴക്ക് പറയുന്നത്, ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൻ്റെ എല്ലാം ആകത്തുക നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യേശു നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ ഉള്ളിൽ താൻ വസിക്കുന്നു. ഇനി നമ്മളിൽ നിന്ന് വേണ്ട എന്താണ്? ആ ദൈവപുത്രൻ നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരണം പുറത്തേക്ക്. പക്ഷെ വെളിപ്പെടാനുള്ള തടസ്സം ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവപുത്രനെ ജീവിക്കാൻ അനുവദിക്കാത്തത് ആരാണ്? നമ്മളാണ്. നമ്മൾ തന്നെ ഈ ലോകത്തങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യേശുവിന് നമ്മളിലൂടെ ജീവിക്കാനായി സഹോദരങ്ങളെ കഴിയുന്നില്ല പലപ്പോഴും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ അടുത്ത നിമിഷം അങ്ങ് ജീവിക്കണം എന്നിലൂടെ, എന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കരുത്. ഞാൻ ജീവിച്ചാൽ മൊത്തം പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല. അടുത്ത് വരുന്ന നിമിഷത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങ് എന്നിലൂടെ ജീവിക്കണമേ. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ആ ജ്ഞാനത്തിൽ നിറഞ്ഞ് മുന്നോട്ട് ചലിക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോ നിമിഷവും ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് വേണം. ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? പലരും വിഷമിക്കാറുണ്ട് ഒരു തീരുമാനം മുന്നിലോട്ട് വരുമ്പോൾ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവിടെ ആരെന്നിലൂടെ ജീവിക്കണം? യേശു ജീവിക്കണം. ഹല്ലേലൂയ. യേശു ജീവിക്കുമ്പോൾ നൽവഴിയെ താൻ നടത്തും. ഹല്ലേലൂയ. രണ്ട് വഴിയുണ്ടെങ്കിൽ ഏത് വഴി ചെളിയില്ലാത്തതാണ്, ഏത് വഴി കുഴിയില്ലാത്തതാണെന്നൊക്കെ കർത്താവിനെ അറിയാം സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥന മതി, യേശുവേ അങ്ങ് എന്നിലൂടെ ജീവിക്കണമേ. ഹല്ലേലൂയ. അങ്ങേപ്പോലെ ആകാൻ എനിക്ക് എൻ്റെ ശ്രമം കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. പരിശുദ്ധാത്മാവേ അങ്ങ് എന്നിൽ വന്നിട്ടുണ്ട്. എന്നെ യേശുവിനെ പോലെ ആക്കി തീർക്കാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ബലഹീനതകളെ അങ്ങേക്ക് അറിയാം. എന്തെല്ലാമാണ് കർത്താവിനെ പോലെ ആയിത്തീരാൻ എന്നിൽ കുറവുകളുള്ളതെന്ന് അങ്ങേക്ക് അറിയാം. ആ കുറവുകളെ അങ്ങ് നികത്തേണമേ. ഹല്ലേലൂയ. എന്നെയും യേശുവിനെ പോലെ ജീവിക്കാൻ ഈ ഭൂമിയിൽ സഹായിക്കണമേ. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. ഹല്ലേലൂയ. യേശു നടന്നതുപോലെ നടക്കാൻ, യേശു അനേകർക്ക് വെളിച്ചം കൊടുത്തതുപോലെ വെളിച്ചം കൊടുക്കാൻ, യേശു അനേകരെ സൗഖ്യമാക്കിയതുപോലെ സൗഖ്യമാക്കാൻ, യേശു സുവിശേഷം പറഞ്ഞതുപോലെ സുവിശേഷം പറയാൻ. ഹല്ലേലൂയ. എന്നെയും സഹായിക്കണമേ. ഹല്ലേലൂയ. അല്ല, നമ്മുടെ ബലം കൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് സർവ്വ സൃഷ്ടിയും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാ കാത്തിരിക്കുന്നത്? മുഴുവൻ സൃഷ്ടികളും കാത്തിരിക്കുക ഒരു കാര്യത്തിന്. എന്തിനാണ് കാത്തിരിക്കുന്നത്? പറയാമോ? ഇല്ലല്ലോ ആൻസർ. സ്തോത്രം. ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനു വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞാൽ കള്ളമാണെന്ന് തോന്നുന്നത് കൊണ്ട് ബൈബിളിൽ നിന്ന് വായിച്ചു തരാൻ പോവുകയാണേ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. സൃഷ്ടി എന്ത് ചെയ്യുന്ന? ദൈവപുത്രനൊന്ന് വെളിപ്പെടാനായിട്ട് ആകാംക്ഷയോടെ. എന്തോ അല്ലേ ആകാംക്ഷ? അറിയാമോ നിങ്ങൾക്ക്? ആകാംക്ഷ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? എന്താ ഈ ആകാംക്ഷ എന്ന് പറഞ്ഞാൽ? എന്തുവാ? വലിയ ആഗ്രഹത്തോടെ അല്ലേ? എൻ്റെ കുഞ്ഞ് രാവിലെ പപ്പായോട് ഒരു കാര്യം പറഞ്ഞേക്കുക, പപ്പ വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വരണം. ഓരോ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴും ആകാംക്ഷയാണ്. പപ്പയാണോ വന്നത്, പപ്പയാണോ വന്നത്? എന്താ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചോക്ലേറ്റ്. ആകാംക്ഷ.
കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. വരാനുള്ള സമയമാകുമ്പോൾ സമയം എന്തിനാണ്? പപ്പയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരും. അത് ആകാംക്ഷ കേട്ടോ. ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ ആകാംക്ഷയാണ്. ഹല്ലേലൂയ. അതുപോലെ സർവ സൃഷ്ടി, ഹല്ലേലൂയ, നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ കാണുന്ന ബട്ടർഫ്ലൈസ് പോലും, ഹല്ലേലൂയ, നോക്കിക്കേ, മരങ്ങൾ പോലും, ഇലകൾ പോലും, ഈ ഭൂമിയിലെ സകലതും, പുഴുവും പൂമ്പാറ്റയും, ഹല്ലേലൂയ, പുൽക്കൊടിയും ഇന്ന് ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നാ? നമ്മളൊന്ന് വെളിപ്പെടാൻ. ഹല്ലേലൂയ. ദൈവപുത്രന്മാരൊന്ന് വെളിപ്പെടാൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സർവ സൃഷ്ടിയും ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവപുത്രനായി വെളിപ്പെടാൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവപുത്രനായി വെളിപ്പെടാൻ. യേശു പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവപുത്രനായി വെളിപ്പെടാൻ. ഹല്ലേലൂയ. അപ്പോൾ ഏത് സംഭവിക്കും? അത് സംഭവിക്കും സഹോദരങ്ങളെ. നമ്മളെങ്ങനെ ആകാൻ നോക്കിയാലും അതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വലിയൊരു വിളിയാണ്. നമുക്ക് ആ വിളി അറിയില്ല. എന്തിനാണ്? യേശുവിനെ പോലെ ആയിത്തീരാനുള്ള വിളി. നമ്മൾ നോക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളെ പറ്റിയാണ്. ഹല്ലേലൂയ. പക്ഷെ വിളി എന്താണ്? സ്വർഗത്തിലെ വിളിയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ വേർതിരിച്ചിരിക്കുന്നു. ഓരോ നിമിഷവും ഓരോ സമയത്തും നമ്മൾ ഏതെല്ലാം വഴികളിൽ കൂടി കടന്നുപോയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ യേശുവിനെ പോലെ തേജസ്സുള്ളവരായി മാറണം. ഹല്ലേലൂയ. സർവ സൃഷ്ടിയും അത് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം ആഗ്രഹിക്കുന്നില്ല. അതാര് പറഞ്ഞിട്ട്? സാത്താൻ ആഗ്രഹിക്കുന്നില്ല. സാത്താൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അവനെ നശിപ്പിക്കണം. അവൻ എന്നെ പോലെ ആവണം. ആരെ പോലെ ആവണം? അവൻ എന്നെ പോലെ ആവണം. കൊല്ലുന്നവനായി, കലഹം ഉണ്ടാക്കുന്നവനായി, അസൂയപ്പെടുന്നവനായി, മറ്റുള്ളവരെ നിന്ദിക്കുന്നവനായി മാറണം. അവനെ മാറ്റാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. പിശാചേ നീ ഇറങ്ങിക്കോ, പക്ഷെ നീ ജയിക്കില്ല, ഞാൻ പണിയും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പണിയും. പാതാള ഗോപുരത്തിന്, പാതാളത്തിൻ്റെ ഗേറ്റുകൾക്ക്, ഹല്ലേലൂയ, പാതാളത്തിൻ്റെ സാമ്രാജ്യങ്ങൾക്ക് എൻ്റെ സഭയെ തൊടാൻ പോലും പറ്റും. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ പണി. നമ്മൾ ദൈവപുത്രരായി വെളിപ്പെട്ടാലുണ്ടല്ലോ, പിശാചിന് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് വെളിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പിശാച് നമ്മുടെ മേലെ പലയിടത്തും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് വിളിക്കപ്പെട്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം പിശാചിന് ഇത്രയും വലിയ ഹോൾഡ് നമ്മുടെ ഉള്ളിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അവൻ കുറേ കോട്ടകൾ കെട്ടി നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതം തകർന്നു പോകും, നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, നിന്റെ മക്കളുടെ ഭാവി അങ്ങനെ ആകത്തുള്ളൂ, നിന്റെ ജീവിത പങ്കാളി ഇങ്ങനെ പോകത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഇട്ട് ചില കോട്ടകൾ കെട്ടി നമ്മളെ തകർത്തിരിക്കുന്നത് പിശാച്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, ആ കോട്ടകളെ നിങ്ങൾ ഇടിക്കണം. ഹല്ലേലൂയ. അങ്ങനെയല്ല. ഹല്ലേലൂയ. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനാ. അതിനെന്നെ ഭൂമിയിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. സർവ സൃഷ്ടിയും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുത്രനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ തള്ളിയിടാനും കുറ്റം വിധിക്കാനും ആർക്ക് കഴിയും? ആർക്കൊന്നും കഴിയില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ ആർക്ക് കഴിയും? നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി വന്നെന്നോ, പ്രതികൂലം വന്നെന്നോ, പ്രതിസന്ധി വന്നെന്നോ എന്തേലും പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പിടിച്ചോണ്ട് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. അത് തന്നെ പൗലോസ് പറയുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് നമുക്ക് വേണ്ടി താൻ സ്വർഗത്തിലായിരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിലെ ഒന്നിനും, പറഞ്ഞാട്ടെ, ഈ ഭൂമിയിലെ ഒന്നിനും എന്നെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഒന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ കഴിയില്ല. ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ കഴിയില്ല. കാരണം എനിക്ക് വേണ്ടി ഉള്ളവൻ, എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ള കള്ളപ്പിശാചിനേക്കാൾ വലിയവൻ. സ്തോത്രം. ലോകത്തിലുള്ള മനുഷ്യരെക്കാൾ വലിയവൻ, ഈ ലോകത്തിലുള്ള നിയമങ്ങളെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. സ്തോത്രം.
അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തകർന്നു പോകത്തില്ല, ഒരിടത്തും വീണു പോകത്തുമില്ല. ദൈവം നിങ്ങളെ വിളിച്ച വിളി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് തരും. അതിനു വേണ്ടിയല്ല നമ്മളെ ദൈവം വിളിച്ചത്. അതായി പ്രശ്നം കേട്ടോ. നമ്മളത് മനസ്സിലാക്കണം. നമ്മളെ ദൈവം വിളിച്ചത് എന്താണെന്നറിഞ്ഞാൽ ആ രാജ്യം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ജീവിതത്തിലെ വിളിയും ഈ ഭൂമിയിൽ ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒപ്പം ആ ലോകത്തിൽ നമുക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ഒക്കെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരികയും ഈ ലോകത്തിൽ മനോഹരമായി ദൈവം നമ്മളെ നടത്തുകയും ചെയ്യും, വഴി നടത്തുകയും ചെയ്യും. ദൈവത്തിന്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ ആദ്യം പറഞ്ഞ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലല്ലേ, നിഷ്കളങ്കരായി വിശുദ്ധരായി ദൈവപുത്രന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ എവിടെ നിർത്തണം? എവിടെ നിർത്തണം? ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ, നിർത്തണം. അതിനുവേണ്ടിയായി ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് സഹോദരങ്ങളെ. ഒടുവിൽ നിർത്താനുള്ള ശക്തിയും ആർക്ക് തന്നെയാണ്? ആർക്കാണ് ശക്തിയുള്ളത്? ദൈവത്തിന് തന്നെയാണ് ശക്തി. നമുക്ക് ഒരു വാക്യം വായിച്ചാലോ? നമ്മളെ ഇപ്പോൾ പറഞ്ഞതാണ്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഹല്ലേലൂയ. എന്തോ എൻ്റെ ജീവിതത്തിൽ വന്നാലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പിതാവിനോട് കർത്താവ്, കേട്ടോ, നമ്മളെ സ്വർഗത്തിലിരുത്താൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന കഷ്ടത വന്ന് ഇന്ന പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ടതോ പേടിച്ചോടേണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ തലയിലെ ഒരു രോമം പോലും ദൈവം അറിയാതെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ പിശാചിന് കയറണമെങ്കിലും ദൈവം കെട്ടിയിരിക്കുന്ന വേലി പൊളിക്കാതെ പറ്റില്ല. പത്രോസിനെ പറ്റി വന്ന് ചോദിച്ചു, ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ചു. ഞാൻ കൊടുത്തില്ല, കാരണം നിന്റെ വിശ്വാസം പോകും. നിങ്ങളുടെ ലെവലുകൾ മാറുന്ന ദൈവത്തിനറിയാം. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചാ പറയും, എന്നാ ഒന്ന് ചെറുതായിട്ട് പാറ്റിയാലോ തെറിച്ചു പോവില്ല, എനിക്കറിയാം. ആ ഒരു വിശ്വാസത്തിന്റെ ലെവലിലേക്ക് വരുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ശോധനകൾ ദൈവം അനുവദിക്കും. അല്ലാതെ ഒരു ശോധനകളും നിങ്ങളെ അലച്ചു കളയാനോ വീഴ്ത്തി കളയാനോ ഒന്നുമല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ ദൈവരാജ്യത്തിൽ യേശുവിനോടൊപ്പം ഇരുത്തുക എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ദൈവപുത്രനായി മാറണ്ടേ. പിശാചിന്റെ സ്വഭാവം വെച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇല്ല കേട്ടോ, ഒരിക്കലുമില്ല. അതാ പരിശുദ്ധാത്മാവ് ഒരു ആയുസ് തന്ന് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമ്മളെ ദൈവപുത്രന്റെ സാദൃശ്യത്തിലോട്ട് ഓരോ ദിവസവും ഓരോ മിനിറ്റും ആക്കിക്കൊണ്ടിരിക്കുക. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരു മനുഷ്യർ പോലും നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നവരാണെന്ന് തോന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരെ എല്ലാം നമ്മളെ പണിയാൻ ദൈവം ഉപയോഗിക്കുകയാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആരും നമ്മുടെ ശത്രുക്കൾ അല്ല. സ്തോത്രം. അവരെല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ നിർത്തിയിരിക്കുന്നത് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാ. അത് കഴിയുമ്പോൾ ദൈവം തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവരെ മാറ്റും, അവരെ മാനസാന്തരപ്പെടുത്തും, അവരെ മടക്കി കൊണ്ടുവരും, അവരെയും ദൈവം ഉപയോഗിക്കും. നമ്മൾ കണക്ക് കൂട്ടുകയും വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നും പ്രതിസന്ധികളല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ ഭാരങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ കഷ്ടതകൾ, എന്തുകൊണ്ട് ഈ ഞെരുക്കങ്ങൾ, എന്തുകൊണ്ട് ഈ വേദനകൾ വന്നു? അതിനെല്ലാറ്റിനും ഒരു ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ആ ഉത്തരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്. സ്തോത്രം. ദൈവത്തിന് ഇങ്ങനെ എന്നെ നിർത്തണമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തി എന്നെ കൊണ്ടുവരുമായിരുന്നു. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തു യേശുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്, ഒരുപോലെയാണ്. എന്നിൽ വ്യാപരിക്കുന്ന അതേ ശക്തിയാണ് നിങ്ങളിലും ഇരിക്കുന്നത്, അതേ പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളത് ഉപയോഗിക്കുന്ന അളവിന് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളത് തിരിച്ചറിയുമ്പോൾ നമുക്കത് തീർച്ചയായും ഉപയോഗിക്കാനായി കഴിയും. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. യൂദായുടെ ലേഖനം, ഏറ്റവും ഒടുവിലത്തെ വാക്യം. ഒറ്റ അധ്യായമേ ഉള്ളൂ കേട്ടോ. വെളിപ്പാട് പുസ്തകത്തിന് മുമ്പേ ആണ് യൂദായുടെ ലേഖനം. ഒരേ ഒരു അധ്യായമുള്ള ഒരു ചെറിയ പുസ്തകമാണ് യൂദ എന്ന് പറയുന്നത്. ആ ലേഖനത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. അവസാനത്തെ 2 വാക്യങ്ങൾ, എനിക്ക് തോന്നുന്നു 24, 25 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എടുത്തോളൂ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ നമുക്ക് നിർത്തിയത്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച്. ആര് സൂക്ഷിക്കും? ദൈവം സൂക്ഷിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനും നിങ്ങളും വീഴാനായിട്ട് ദൈവം അനുവദിക്കില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ബലപ്പെട്ടിട്ട് വേണം പോകാൻ. നമ്മൾ വീണു പോകാൻ എന്ത് ചെയ്യില്ല, ദൈവം
അനുവദിക്കില്ല. വീഴാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യുമെന്ന് കാത്ത് സൂക്ഷിച്ചു. പറഞ്ഞാട്ടെ, എൻ്റെ അപ്പൻ എന്നെ കാത്ത് സൂക്ഷിച്ച് പറഞ്ഞാട്ടെ, തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന്. അപ്പോ ആദ്യം വിളിച്ച വിളി എന്തിനാ? കളങ്കമില്ലാത്തവര് നിൽക്കാനല്ലേ. അപ്പൊ അവസാനം നമ്മൾ എങ്ങനെ നിർത്തും എന്നാ പറയുന്നേ? കളങ്കമില്ലാത്തവരായി എങ്ങനെ നിർത്തും? കരച്ചിലോടെ നിർത്തും എന്നാണ്. ആനന്ദത്തോടെ നിർത്തും. പറഞ്ഞാട്ടെ, എന്നെ ദൈവം ആനന്ദത്തോടെ നിർത്തും. ഹല്ലേലൂയ. നിർത്താൻ ശക്തിയുള്ളവൻ ഒരേ ഒരാൾ മാത്രം, സർവശക്തനായ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുവാനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മൾ ദൈവ വിളിയിലേക്ക് വരാനത്രേ ഇതെല്ലാം. ഒരു വലിയ വിളിയാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ദൈവപുത്രന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അനുരൂപപ്പെടുവാൻ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഴിയണം. പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അതേ കർത്താവേ, എന്നെ അങ്ങ് സഹായിക്കണം. അങ്ങയുടെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ ഓരോ നിമിഷവും എന്നെ സഹായിക്കണം. നമ്മൾ ഹൃദയം കൊണ്ട് കർത്താവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? അപ്പോൾ ആ വീഴാതെ വണ്ണം എന്നെ നിർത്തുവാൻ, അങ്ങയുടെ സന്നിധിയിൽ നിർത്തുവാൻ അങ്ങേക്ക് മാത്രമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഞാൻ വീണു പോകാം. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പതറിപ്പോകാം, പലപ്പോഴും ഞാൻ നിരാശപ്പെട്ടു പോകാം. എന്നാൽ വീഴാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിച്ച് മഹിമാ സന്നിധിയിൽ നിർത്താൻ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ, സർവശക്തനായ ദൈവം. നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും വചനം കേൾക്കുകയും നിറയുകയും ആത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മാറാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാമല്ലോ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഭൂമിയിൽ പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ ദൈവപുത്രനായ യേശുവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഏക മധ്യസ്ഥൻ യേശുവാണ്. മാതാവോ വിശുദ്ധന്മാരോ ഒന്നും നമ്മുടെ മധ്യസ്ഥരല്ല, ഒരിക്കലുമല്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് നമ്മൾ ഒരുപക്ഷെ ചിലപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കാം, അവർ പ്രാർത്ഥിക്കും, ദൈവം കേൾക്കുമായിരിക്കാം. എന്നാലും നമ്മുടെ മുന്നിൽ മറ്റാരുമില്ല. ഏത് സമയത്തും നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോഴുള്ളത്. യേശുവിൻ്റെ മരണത്തിന് മുമ്പേ ആണെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയാത്ത കൃപാസനത്തിൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം ഏത് സമയത്തും നമുക്ക് കടന്നു ചെല്ലാനും നമ്മുടെ ബലഹീനതകൾ പറയാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം നിങ്ങളെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരും കേട്ടോ. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇത്രയും സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങൾക്കായി, സകല വ്യക്തികൾക്കായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനായി നന്ദി. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി നന്ദി. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരണത്തിലേക്കും അങ്ങ് നയിച്ചിരിക്കുന്നതിനായി നന്ദി. താൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ പോന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനാണല്ലോ അപ്പ നമ്മളെല്ലാം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും എന്നെ അതിനോട് അനുരൂപപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ വേണ്ടാത്ത എല്ലാ സ്വഭാവത്തെയും നീക്കണമേ. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിലെ വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും നീക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഹല്ലേലൂയ. ദൈവഹിതത്തിൻ്റെ നിറവിലോട്ട് ഞാൻ വരട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങേ പോലെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ദൈവപുത്രന്റെ സ്വരൂപത്തിലോട്ട് മാറ്റണമേ. ഓരോ ദിവസവും എന്നെ ആ വിളിയിലോട്ട് നടത്തണമേ കർത്താവേ. നിഷ്കളങ്കനായി പരിശുദ്ധനായി തീരുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ ഓരോ നിമിഷവും സഹായിക്കണമേ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ നേർവഴിക്ക് നടത്തണമേ. എൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷനുള്ള അവസ്ഥകൾ മാറിപ്പോകട്ടെ. എൻ്റെ തലമുറയെ നേർവഴിക്ക് നടത്തണമേ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അവരെ അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരണമേ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എന്തെല്ലാം ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ, അതെല്ലാം ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജനിക്കുന്നതിന് മുമ്പേ വിളിച്ചൊരു വിളിയുണ്ടപ്പാ, എനിക്കിതുവരെയും അത് അറിയത്തില്ലായിരുന്നു. എന്നാൽ എനിക്കിന്ന് അറിയാം, ആ വിളിയിലേക്ക് വരുവാൻ എനിക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. ഹല്ലേലൂയ. ആ വിളിയിലേക്ക് വരുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, എൻ്റെ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ അനുകൂലമല്ല കർത്താവേ. എന്നെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഉറപ്പും ധൈര്യമുള്ളവരായി ഇരുന്നാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ തുണയ്ക്കുന്ന, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, നിങ്ങളെ നടത്തുന്ന, നല്ല വഴിയെ കാട്ടിത്തരുന്ന ഒരു നല്ല പങ്കാളിയായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനായി പോകുന്നു. ഹല്ലേലൂയ. ഓരോ നിമിഷവും അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, അതിനുവേണ്ടി ഒരുങ്ങിയാട്ടെ. സർവ്വ സൃഷ്ടിയും ഇന്ന് ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ വെളിപ്പാട് എത്രയും വേഗം സംഭവിക്കണമേ. ഞാൻ ദൈവപുത്രനായി വെളിപ്പെടണമേ. എൻ്റെ സ്വഭാവത്തിൽ ആ ദൈവപുത്രന്റെ സാന്നിധ്യം നിറയട്ടെ. ഞാൻ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ ദൈവപുത്രൻ എന്നിലൂടെ വെളിപ്പെടണമേ. ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവപുത്രൻ എന്നിലൂടെ വെളിപ്പെടണമേ. ഞാൻ ഓഫീസിലായിരിക്കുമ്പോൾ ദൈവപുത്രൻ എന്നിലൂടെ വെളിപ്പെടണമേ. ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവപുത്രൻ എന്നിലൂടെ വെളിപ്പെടണമേ. ഞാൻ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ ദൈവപുത്രന്റെ സാന്നിധ്യം എന്നിലൂടെ വെളിപ്പെടണമേ. ഹല്ലേലൂയ. ആ മഹത്വം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പെടണമേ. ഹല്ലേലൂയ. ദൈവം അതിനെല്ലാവരെയും സഹായിക്കുന്ന കൊണ്ട് നന്ദിയപ്പാ. പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളെ മെനയണമേ, ഞങ്ങളെ പണിയണമേ. അങ്ങയുടെ വിളിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും ഞങ്ങളെ അങ്ങ് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അങ്ങേക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.